അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഫഇന്ന അമ്മാറതി ബിസ്സൂഇ മത്തഅലത് മിൻ ജഹ്ലിഹാ ബിനദീർ ശൈബി വൽ ഹറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാന്യരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, മഹാനായ ബൂസൂരി ഇമാം അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലെ 2-ാം ഫസ്ലിൽ ഫഇന്ന അമ്മാറത്തി എന്ന് തുടങ്ങുന്ന വരികളിൽ മഹാനവറുകൾ നമ്മെ ഉണർത്തുന്നത് അത്തഹദീറു ഫീ ഹവൻ നഫ്സ്. ശരീരത്തിൻ്റെ ഇച്ഛയെ നീ ഭയക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. നിന്റെ ഹൃദയം ഒന്ന് സംശുദ്ധമാക്കേണ്ടതുണ്ട്. നീ നിന്റെ ശരീരത്തിനെ ഒന്ന് കടിഞ്ഞാണിട്ട് വെക്കേണ്ടതുണ്ട് എന്ന് മഹാനവറുകൾ അങ്ങനെ സൂചിപ്പിക്കുകയാണ്. നമുക്ക് വരികളുടെ സാരാംശത്തിലേക്ക് കിടക്കാം. ഫഇന്ന അമ്മാറതി ബിസ്സൂ, തെറ്റിനോടുള്ള എൻ്റെ കൊടും പ്രേരകനായ എൻ്റെ ശരീരം, എൻ്റെ നഫ്സ്, അതല്ലെങ്കിൽ എൻ്റെ റൂഹെന്ന് പണ്ഡിതന്മാർ വിശദീകരണം പറയുന്നു. ധാരാളമായിട്ട് തെറ്റിന് പ്രേരിപ്പിക്കുന്ന എൻ്റെ ശരീരം മത്തഅലത് ബിനദീരി ശൈബി വൽ ഹറമി, നിറയാകുന്ന മുന്നറിയിപ്പുകാരൻ്റെ ഉപദേശമോ അതുപോലെ തന്നെ വാർദ്ധക്യമാകുന്ന മുന്നറിയിപ്പുകാരൻ്റെ ഉപദേശമോ ചെവി കൊണ്ടില്ല. എന്തേ കാരണം? മിൻ ജഹ്ലിഹാ, ആ ശരീരത്തിൻ്റെ വിവരക്കേടാണ് എന്ന് മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്. ഇവിടുന്ന് മഹാനവറുകൾ സൂചിപ്പിക്കുന്നത്, അതെ, ഞാനൊരു തെറ്റുകാരനാണ്, അഥവാ എൻ്റെ ശരീരം തെറ്റിനെ പ്രേരിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് മഹാനവറുകൾ. എന്നാൽ മഹാനവറുകൾ തെറ്റ് ചെയ്യുന്ന ആളായിരുന്നോ? ഒരിക്കലും അല്ല. പിന്നെ എന്തിനാണ് മഹാനവറുകൾ ഈ വാക്യം ഇവിടെ പറഞ്ഞത്? അത് മഹാനവറുകളുടെ തവാളുവാണ്, വിനയമാണ്. ഇതെവിടെ നിന്നാണ് പഠിച്ചത്? അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് പഠിച്ചത്. അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ വിനയമാണ്. എന്നതുപോലെ ബൂസൂരി ഇമാം അവിടുത്തെ വിനയം കാണിക്കുന്നതാണ്. ഈ ദീനിൻ്റെ മഹത്വവും ഈ ദീൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ മഹത്വവും പരിഗണിച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര ചെറുതാണെന്ന അവിടുത്തെ മഹാനവറുകളുടെ വിനയമാണ് ഇവിടെ കാണിക്കുന്നത് മുഅ്മിനീങ്ങളെ. ഇനി മറ്റൊന്ന് നമുക്കിതുകൂടി പറയാം. അവിടുന്ന് പണ്ഡിതന്മാർ പറയുന്നു, മാത്രമല്ല മഹാനവറുകൾ അവിടുന്ന് ഞാൻ എന്തൊരു തെറ്റുകാരനാണെന്ന് സൂചിപ്പിക്കുക വഴി മഹാനവറുകൾ സമൂഹത്തെ ഉണർത്തുകയാണ്, മുഅ്മിനീങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ വന്നതല്ലേ? നിങ്ങൾ ഹബീബിനെ കുറിച്ച് മഹബത്ത് വെക്കാൻ വന്നതല്ലേ? ഹബീബിനെ മഹബത്ത് വെക്കുന്നവരുടെ ഹൃദയം അത് വളരെയധികം സംശുദ്ധമായിരിക്കണം, വളരെയധികം പ്യൂരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നിന്റെ ഹൃദയം ഹബീബിനെ പഠിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയം നീ ഒന്ന് ശുദ്ധിയാക്കണം എന്ന് മഹാനവറുകൾ അവിടെ നിന്ന് ഉണർത്തുകയാണ്. അപ്പോ നമ്മുടെ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കാൻ വേണ്ടി മഹാനവറുകൾ ഉണർത്തുന്നതാണ്. മഹാനവറുകൾ ഇങ്ങനെ ഉണർത്തുന്നത് ഒരു ദാഴിയുടെ ക്വാളിറ്റിയാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിൽ ഉണർത്തിയില്ലേ? മഹാനായ ഹബീബുൻ നജ്ജാർ എന്നവർ അവിടുന്ന് സൂറത്തു യാസീനിൽ അവിടുന്ന് പറയുന്ന വാക്യം ഉദ്ധരിച്ചില്ലേ? വമാലി അലാ അഅ്ബുദുല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത് എന്ന് ഹബീബുൻ നജ്ജാർ എന്നവർ പറയുന്ന വാക്യം നാം കേട്ടവരാണ്. അപ്പോൾ ഞാൻ വലിയ തെറ്റുകാരനാണെന്ന് പറയുക വഴി നിങ്ങളൊന്ന് ശുദ്ധമാവണം എന്ന് മഹാനവറുകൾ സൂചിപ്പിക്കുകയാണ്. അല്ലാതെ തെറ്റുകാരനായ ഒരു കൊട്ടാരം കവിയുടെ കൺഫഷനിലായത് ഞാൻ എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ വളരെയധികം തെറ്റ് ചെയ്തു പോയി എന്ന കൊട്ടാരം കവിയുടെ കൺഫഷനിലായത് ഏതെങ്കിലും വഹാബി വന്ന് ലാഹിറായ അർത്ഥം വെക്കുകയാണെങ്കിൽ, പ്രത്യക്ഷമായ അർത്ഥം വെക്കുകയാണെങ്കിൽ അവനോട് നമുക്ക് പറയാനുള്ളത്, മോനെ, നിനക്ക് ബുർദ മനസ്സിലായിട്ടില്ല, നിനക്ക് ഈ വരികൾ മനസ്സിലായിട്ടില്ല എന്നാണ്. അപ്പോൾ അമ്മാറത്ത് എന്നാണ് സൂചിപ്പിച്ചത്.
തെറ്റിനെ ധാരാളമായിട്ട് പ്രേരിപ്പിക്കുന്ന നഫ്സ്. ഇങ്ങനെയുള്ള പദം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയെ തൊട്ട് ഉദ്ധരിക്കുന്നു, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസൂ. നഫ്സിന്റെ പ്രകൃതം, ശരീരത്തിന്റെ പ്രകൃതം ധാരാളമായിട്ട് തെറ്റിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ശരീരത്തിന്റെ പ്രകൃതമാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിനെ സംബന്ധിച്ചിടത്തോളം മണ്ണ് പല ഘടകങ്ങളുണ്ട്. പൊട്ടിത്തെറിക്കുന്ന മണ്ണുകളുണ്ട്, നല്ല വളക്കൂറുള്ള മണ്ണുകളുണ്ട്, ലോലമായ മണ്ണുകളുണ്ട്. അതേ നല്ല വളക്കൂറുള്ള മണ്ണുകള്, അതുപോലെ തന്നെ എന്ത് കുഴിച്ചിട്ടാലും കരിഞ്ഞു പോകുന്ന മണ്ണുകളുണ്ട്. ഇങ്ങനെ മണ്ണുകളുടെ സ്വഭാവം വ്യത്യസ്തമാണ്. എന്നതുപോലെ മനുഷ്യരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. എന്നാൽ ഒരു അടിസ്ഥാന ഗുണമുണ്ട്. മനുഷ്യൻ്റെ ശരീരം എന്നും തെറ്റിനെ പ്രേരിപ്പിക്കുന്നതാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അമ്മാറത്തും ബിസൂ. അതുകൊണ്ട് തെറ്റിനെ പ്രേരിപ്പിക്കുന്ന അമ്മാറത്തെന്ന നഫ്സിൽ നിന്ന് ലവ്വാമത്തിലേക്കും, അവിടെ നിന്ന് മുത്തുമഇന്നത്തിലേക്കും, മുൽഹിമത്തിലേക്കും, റാലിയത്തിലേക്കും, മർലിയത്തിലേക്കും, സ്വാലിഹിയത്തിലേക്കും, ഇങ്ങനെ ശരീരത്തിൻ്റെ നഫ്സിൻ്റെ ആത്മാവ് എത്തിപ്പെടുന്ന പലവിധ മേഖലകളുണ്ട്. ഈ മേഖലകളിലേക്ക് നീ കടന്നെത്തണം എന്ന് മഹാനവറുകൾ നമ്മോട് ഉണർത്തുകയാണ്. ബിന്നദീർ ശൈബി വൽ ഹറമി, വാർദ്ധക്യമാകുന്ന മുന്നറിയിപ്പുകാരൻ. വാർദ്ധക്യം മുന്നറിയിപ്പുകാരനാണെന്ന് എവിടെ നിന്നാണ് കിട്ടിയത്? വാർദ്ധക്യം മുന്നറിയിപ്പുകാരനാണെന്ന് കിട്ടിയത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു തആല പറയുന്നില്ലേ, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ഓർക്കേണ്ടവർക്ക് ഓർക്കാനുള്ള ഒരു പ്രായം ഞാൻ തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരണം പറയുന്നത്, ആ പ്രായം അത് 40 വയസ്സാണ്. അഥവാ 40 വയസ്സായ പിന്നെ നീ തെറ്റിൽ നിന്നൊക്കെ വഴിമാറിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ിലേക്ക് നിന്റെ ജീവിതം നയിച്ചു കൊള്ളണം. മഹാനായ നബി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നില്ലേ, മദീനക്കാർ 40 വയസ്സായ പിന്നെ മദീനക്കാരെ കിട്ടുകയില്ല. അവർ ഇബാദത്തിലാണ്, അവർ സർവ്വസമയവും ഇബാദത്തിലാണ്. നമ്മുടെ മുൻഗാമികളായ പൂർവികരെ നാം ഒന്ന് നോക്കിയാൽ, അവരെ ഒന്ന് നാം മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. അതേ, അവർ ഇബാദത്തിലായിരുന്നു. ചെറിയൊരു പ്രായത്തിനതേ വാർദ്ധക്യമെത്തിയാൽ ഇനി നരമുന്നറിയിപ്പുകാരനാണ്. എന്നതിൻ്റെ വിശദീകരണമായിട്ട് ചില പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മുന്നറിയിപ്പുകാരൻ എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റു ചില പണ്ഡിതന്മാർ അവിടെ പറഞ്ഞത്, മഹാനായ ഇക്രിമാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അവിടെ പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പുകാരനാണെന്ന് ഓൾറെഡി വ്യക്തമാണ്. റസൂലുള്ളാഹി മുന്നറിയിപ്പുകാരനാണെന്ന് ഇന്നമാ അന നദീർ മുബീൻ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുന്നറിയിപ്പുകാരനാണെന്ന് മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ തൊട്ടു മുന്നേയുള്ള വശങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മുന്നറിയിപ്പുകാരൻ എന്ന് പറയുന്നത് നരയാണ്. അപ്പോൾ ഷൈബാകുന്നു ഇവിടെ മുന്നറിയിപ്പുകാരൻ. അതേ, അപ്പോൾ നരയാകുന്ന മുന്നറിയിപ്പുകാരനും വാർദ്ധക്യമാകുന്ന മുന്നറിയിപ്പുകാരനും നിന്റെ അടുത്തേക്ക് കടന്നു വന്നാ പിന്നെ നീ ഒരിക്കലും തന്നെ തെറ്റിലേക്ക് പോയിക്കൂടാ. നീ നിന്റെ ശരീരം ഒന്ന് ശുദ്ധിയാക്കണമെന്ന് മഹാനായ ബൂസൂരി ഇമാം നമ്മുടെ മുഅ്മിനീങ്ങളോട് പറയുന്നതാണ്. അതേ, അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുർദ പഠിപ്പിക്കാനും നമ്മുടെ ഹൃദയങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തോടുള്ള മഹബത്തിന് വേണ്ടി പ്രാപ്തമാക്കി തെറ്റിൽ നിന്ന് മുക്തമാക്കി വെക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.